മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് വയനാട്ടിൽ. കൽപ്പറ്റയിൽ പ്രതിഷേധം അക്രമാസക്തമായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, ജഷീർ പള്ളിവയർ തുടങ്ങിയവർ അടക്കം നിരവധി പ്രവർത്തകർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. അല്പസമയത്തിന് മുൻപായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റവും തുടർന്ന് ലാത്തിചാർജും ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൽപ്പറ്റയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കോട്ടയത്തെ പണിതീരാത്ത ആകാശപാത പൊളിച്ചു കളയണമെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പാലക്കാട് IITയും ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററുമാണ് ബലപരിശോധന നടത്തിയത്. തുരുമ്പെടുത്ത പൈപ്പുകൾ പൊളിച്ചു കളയണമെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. അടിസ്ഥാന തൂണുകൾക്ക് മാത്രമാണ് ബലമുള്ളത്. അടിസ്ഥാന തൂണുകൾ ഒഴികെ മറ്റു തൂണുകൾക്ക് ബലക്ഷയമാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ രാഷ്ട്രീയ വിരോധം വെച്ച് ആകാശപാതയെ ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക്